ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസുലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി വമംവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ചറബ്ബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ കുടുംബമെന്നത്. നമ്മൾ ക്ഷീണിച്ച് തളർന്ന് വീടെത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരാശ്വാസമാണ്. ഭാര്യയും മക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെയുള്ള ഇടം എന്തുകൊണ്ടും ആശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക ലോകമാണ് എന്ന് പറയേണ്ടതില്ല. മസ്കൻ എന്നാണ് അറബി ഭാഷയിൽ വീട് എന്ന പദത്തിന് പറയുന്ന നിരവധി പദങ്ങളുടെ പര്യായങ്ങളുടെ കൂട്ടത്തിൽ ഒരു പദം, അഥവാ സക്കീനത്തിൻ്റെ ഇടം, ശാന്തിയുടെ ഇടം എന്നാണ് അതിൻ്റെ അർത്ഥം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സക്കന. 16-ാം അധ്യായം സൂറത്തുൻ നഹലിലെ 80-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതുപോലെ, അള്ളാഹു നിങ്ങളുടെ ഭവനങ്ങളിൽ, വീടകങ്ങളിൽ ശാന്തത, സമാധാനം നിശ്ചയിച്ചിരിക്കുന്നു. രാത്രി എത്ര വൈകിയാലും നമ്മൾ നമ്മുടെ വീടെത്താൻ വേണ്ടി കൊതിക്കാറുണ്ട്. ടാക്സി വിളിച്ച് രാത്രിയിലെ സ്പെഷ്യൽ ചാർജ് കൊടുത്തുകൊണ്ടാണെങ്കിലും ആ വീട്ടിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അവിടെ എത്തിയാൽ നമ്മുടെ ക്ഷീണം മാറി, ടെൻഷൻ നീങ്ങി, ആശ്വാസമായി പ്രത്യേകമായ മാനസിക സുഖം, തുമഇനീനത്ത് നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, അത്തരം വീടുകൾ ഇന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഭൗതികമായ സൗകര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും വീടിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങുവാനാണ് പലരും കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ സമയം ചെലവഴിക്കാൻ താല്പര്യമില്ല. പുറത്താണ് പലരും വിഹരിക്കുന്നത്. രാത്രി ഏറെ വൈകിയും പുലർച്ചെ 3 മണിക്കും 4 മണിക്കുമൊക്കെ വീട്ടിൽ വന്ന് കിടക്കുന്ന മക്കൾ ഇന്നത് ഒരു പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നാഥനില്ലാത്ത നായപ്പട എന്ന പോലെ ആരും ചോദിക്കുവാനും പറയാനില്ലാത്ത കുത്തഴിഞ്ഞൊരു രീതി നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ വഴിവിട്ടു പോകുന്ന മക്കളോട് ചോദിക്കുവാൻ, കാരണങ്ങൾ തിരക്കാൻ ഭയക്കുന്ന മാതാപിതാക്കൾ ഇന്ന് നാം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അഥവാ ആ മക്കളോട് എങ്ങാനും കയർത്ത് ചോദിച്ചാൽ തിരിച്ച് തട്ടിക്കയറാനും ഒരു വേള അവരെ ആക്രമിക്കുവാനും മടിയില്ലാത്ത മക്കൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബമെന്ന സുരക്ഷയുടെ കവചങ്ങൾ തടവറയുടെ മതിൽക്കെട്ടുകളായി കാണുന്ന, ചിന്തിക്കുന്ന തലമുറ നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ മുതലായവക്കൊന്നും വിലയും പരിഗണനയും നൽകാത്ത, സ്വന്തമായ സ്വതന്ത്ര ചിന്തയുടെ പിന്നാലെ മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് എന്നതാണ് അവരുടെ ചിന്താഗതി, മുദ്രാവാക്യം. ഞാൻ ആരോടൊത്ത് എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്നത് എൻ്റെ അവകാശമാണ്, ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട് വിട്ടിറങ്ങുന്ന ആളുകൾ, വാപ്പയും ഉമ്മയും കണ്ടെത്തുന്ന ജീവിത പങ്കാളിയെ അവർക്ക് വേണ്ട. അവർ സ്വയം കണ്ടെത്തി, അത് ആണ് ആണിനോടൊപ്പമാണെങ്കിലും പെണ്ണ് പെണ്ണിനോടൊപ്പമാണെങ്കിലും കുത്തഴിഞ്ഞ ലൈംഗികതയുടെ ഒരു ലോകത്ത് ആരുമായിട്ടും എങ്ങനെയും ജീവിക്കുവാനുമുള്ള ഫ്രീഡം, അല്ലെങ്കിൽ മൈ റൈറ്റ്, എൻ്റെ അവകാശം, എൻ്റെ സ്വാതന്ത്ര്യം എന്ന രീതിയിൽ വ്യഭിചാരവും സ്വവർഗാനുരാഗവുമൊക്കെ ഇന്ന് പരന്നുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അതിൻ്റെ ദുരന്തങ്ങൾ മറുവശത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ഇത്തരത്തിലുള്ള ലൈംഗിക രോഗങ്ങളും മാരകമായ അപകടങ്ങളുമൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ തീർച്ചയായും മതത്തിൻ്റേതായ ചട്ടക്കൂടുകളിലേക്ക് തിരിച്ചു പോവുകയാണ് നമുക്ക് രക്ഷയുടെ മാർഗമായിട്ടുള്ളൂ. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. വ്യഭിചാരത്തെക്കൊള്ള നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. അത് മ്ലേച്ഛവും മോശവുമായൊരു മാർഗമാണ്. അതേപോലെ തന്നെ സ്വവർഗരതിയുടെ ജീവിക്കുന്ന ദൃഷ്ടാന്തമായി പരിശുദ്ധ ഖുർആൻ എടുത്തു കാണിച്ച ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, സദോം പ്രദേശം, ജഅൽന ആലിയഹ സാഫിലഹ വ അംതർന അലൈഹ ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻലൂദ്. ഒരു പ്രദേശത്തെ ആസകലം കീഴ്മേൽ മറിച്ചു കളഞ്ഞു. എന്നിട്ട് ചൂളവെക്കപ്പെട്ട കല്ലുകൾ കൊണ്ട് അവർക്ക് നേരെ ചരൽ വർഷം നടത്തി എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെ ദീനിയായ ചട്ടക്കൂടിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ധാർമ്മികമായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാനും അങ്ങനെ സുരക്ഷയുടെ കവചം തീർക്കുവാനും നമുക്ക് സാധിക്കണം. ഇരു ലോകത്തും വിജയം വരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.